രാജ്യങ്ങൾക്കിടയിൽ ലോക പോലീസായി വാഴാനുള്ള അമേരിക്കയുടെ വ്യാമോഹങ്ങളാണ് പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ പരാജയപ്പെടുത്തിയതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാനിലെ ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായതായി ഇറാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെ യുക്തിരഹിതമായ ആവശ്യങ്ങൾ പ്രാഥമിക തടസ്സമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഇറാൻ ജനതയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇറാനിയൻ പ്രതിനിധി സംഘം 21 മണിക്കൂർ തുടർച്ചയായും തീവ്രമായും ചർച്ചകൾ നടത്തി. ഇറാനിയൻ പ്രതിനിധി സംഘത്തിന്റെ വിവിധ സംരംഭങ്ങൾ ഉണ്ടായിരുന്നിട്ടും അമേരിക്കൻ പക്ഷത്തിന്റെ യുക്തിരഹിതമായ ആവശ്യങ്ങൾ ചർച്ചകളുടെ പുരോഗതിയെ തടഞ്ഞു. അങ്ങനെ ചർച്ചകൾ അവസാനിച്ചു. ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ IRIB ടെലിഗ്രാമിൽ പറഞ്ഞു. അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ തലവനായ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനയെ തുടർന്നാണ് ഈ അപ്ഡേറ്റ്. അവസാനവും മികച്ചതുമായ ഓഫർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിന് ശേഷം ടീം ഇസ്ലാമാബാദ് വിടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻകാർ അത് അംഗീകരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കരുതെന്ന അമേരിക്കൻ നിബന്ധനകൾ ഇറാനികൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സമാധാന കരാറില്ലാതെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ അവസാനിച്ചുവെന്നും വാൻസ് പറഞ്ഞു. എന്നാൽ ലളിതമായ വസ്തുത എന്തെന്നാൽ അവർ ഒരു ആണവായുധം തേടുകയില്ലെന്നും അതിവേഗത്തിൽ ഒരു ആണവായുധം കൈവരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ഉപകരണങ്ങൾ അവർ തേടുകയില്ലെന്നും ഒരു സ്ഥിരീകരണ പ്രതിബദ്ധത നാം കാണേണ്ടതുണ്ടെന്നും വാൻസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രധാന ലക്ഷ്യം. ഈ ചർച്ചകളിലൂടെ ഞങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചതും അതാണ്. നടപടിക്രമങ്ങളിലുടനീളം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1/2 ഡസൻ തവണ കൂടിയാലോചിച്ചതായും വാൻസ് ചൂണ്ടിക്കാട്ടി. 10 വർഷത്തിനിടെ US-ഉം ഇറാനും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയും 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന നയതന്ത്ര ഇടപെടലിനെ പ്രതിനിധീകരിക്കുന്നതുമായ ഈ ഉച്ചകോടി പ്രത്യേകിച്ചും ചരിത്രപരമായിരുന്നു. വാൻസ്, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവർ US സംഘത്തെ നയിച്ചപ്പോൾ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഇറാൻ സംഘത്തെ നയിച്ചു. ആ കാലയളവ് അവസാനിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുമെന്നോ വെടിനിർത്തൽ നിലനിൽക്കുമോ എന്നോ വാൻസിന്റെ അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചില്ല. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും ആഗോള വിപണികളെ പിടിച്ചുകുലുക്കിയ യുദ്ധം 7ാം ആഴ്ചയിലേക്ക് കടന്നതോടെ 2 ആഴ്ചത്തെ ദുർബലമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ചരിത്രപരമായ ചർച്ചകൾ അവസാനിച്ചത്. നിലവിലെ പ്രതിസന്ധിക്കിടയിലും ചില നയതന്ത്ര നീക്കങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ തുടരുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലെയും സാങ്കേതിക വിദഗ്ധർ ഒത്തുതീർപ്പിനുള്ള സാധ്യതയുള്ള മേഖലകൾ തിരിച്ചറിയുന്നതിനുള്ള കരട് നിർദ്ദേശങ്ങൾ നിലവിൽ അവലോകനം ചെയ്യുന്നുണ്ടെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇരു പ്രതിനിധികളും അവരവരുടെ സർക്കാരുകളുമായി കൂടിയാലോചിക്കുന്നതായി സംഭാഷണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതിനാൽ മുന്നോട്ടുള്ള വഴി അവ്യക്തമാണ്. കൂടാതെ ചർച്ചകളിലേക്ക് മടങ്ങുന്നതിന് സ്ഥിരീകരിച്ച സമയപരിധിയുമില്ല. വാസ്തവത്തിൽ മറ്റൊരു റൗണ്ട് ചർച്ചകൾ ഇറാന് നിലവിൽ വ്യക്തമായ പദ്ധതികളൊന്നുമില്ലെന്നും ഫാർസ് ന്യൂസ് ഏജൻസി അഭിപ്രായപ്പെട്ടു. ടെഹ്റാനിൽ നിന്നുള്ള മാനസികാവസ്ഥ ഇപ്പോഴും ധിക്കാരപരമാണ്. തസ്നിം വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഇതിനകം ന്യായമായ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ US-ൽ നിന്നും യഥാർത്ഥമായ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നും വാദിച്ചുകൊണ്ട് പന്ത് അമേരിക്കയുടെ കോർട്ടിലാണെന്നും ഒരു വിവരമുള്ള സ്രോതസ് പറഞ്ഞു. സംഘർഷകാലത്ത് വാഷിംഗ്ടൺ പിന്തുടർന്ന സൈനിക തന്ത്രം പോലെ തന്നെ വികലമാണ് ചർച്ചകളിലെ വാഷിംഗ്ടണിന്റെ തന്ത്രമെന്നും സ്രോതസ് അഭിപ്രായപ്പെട്ടു. സമുദ്ര സുരക്ഷയെക്കുറിച്ച് ഇറാൻ ഒരു മറഞ്ഞിരിക്കുന്ന ഭീഷണി പുറപ്പെടുവിച്ചു. ടെഹ്റാൻ ന്യായമായ കരാറെന്ന് US കരുതുന്നത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള സ്ഥിതി മാറ്റമില്ലാതെ തുടരുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഇറാൻ കാത്തിരിക്കുന്നതിൽ സംതൃപ്തരാണെന്നും തോന്നുന്നു. ചർച്ചകൾ പുനരാരംഭിക്കാൻ തങ്ങൾക്ക് തിടുക്കമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.